പരിശുദ്ധാമ്മ ശിഷ്യനായ മർക്കോസിന്റെ വീട്ടിൽ അവന്റെ അമ്മയായ മേരിയുടെ സമീപമായിരുന്നു. ഈ സമയം തീവ്രമായ മാനസിക വേദന അനുഭവിച്ച അവൾ മേരിയോടും മഗ്ദലേനയോടുമൊപ്പം മുട്ടുകുത്തി. എന്നാൽ ദുഃഖഭാരത്താൽ തലകറങ്ങി നിലംപതിച്ചു. കാരണം ഈശോയുടെ പീഡാനുഭവം അവൾ ആത്മാവിൽ ദർശിച്ചിരുന്നു. അവിടത്തെപ്പറ്റി അന്വേഷിക്കുവാൻ അവൾ ചിലരെ അയച്ചിരുന്നെങ്കിലും അവർ വരുന്നതുവരെ പിടിച്ചു നിൽക്കാൻ മനോവ്യഥ അവളെ അനുവദിച്ചില്ല. മഗ്ദലേനയോടും സലോമിയോടും കൂടി ജോസഫാത്ത് താഴ്വര വരെ നടന്നു. ശിരസ് മൂടി കൈകൾ പലപ്പോഴും ഒലിവുമലയിലേക്ക് നീട്ടിക്കൊണ്ടാണ് അവൾ നടന്നത്. കാരണം ഈശോ രക്തം വിയർക്കുന്നത് അവൾ ആത്മാവിൽ ദർശിച്ചിരുന്നു. അവിടുത്തെ മുഖം തുടയ്ക്കാൻ ആഗ്രഹിക്കുന്നത് പോലെയായിരുന്നു അവളുടെ കൈകളുടെ ചലനം. ഈശോയുടെ നേർക്കുള്ള അവളുടെ ആന്തരിക ചലനങ്ങൾ ഞാൻ ദർശിച്ചു. സഹായം തേടിയെന്ന വണ്ണം ഈശോ തൻ്റെ കണ്ണുകൾ അവളുടെ നേർക്ക് തിരിച്ചു. ഈശോയും അമ്മയും തമ്മിലുള്ള ഈ ആത്മീയ സമ്പർക്കം പരസ്പരം ചരിക്കുന്ന രശ്മികളുടെ രൂപത്തിലാണ് ഞാൻ കണ്ടത്. നമ്മുടെ ദിവ്യനാഥൻ മഗ്ദലേനയെക്കുറിച്ച് ഓർത്തു. അവളുടെ ദുഃഖവും അത്ര വലുതായിരുന്നു. അതിനാൽ അവളെയും ആശ്വസിപ്പിക്കുവാൻ ശിഷ്യന്മാരെ അവിടുന്ന് ചുമതലപ്പെടുത്തി. ഈശോയോടുള്ള അവളുടെ സ്നേഹം മറ്റെല്ലാവരുടേതിനെയും ആഴപ്പെട്ടതായിരുന്നു. കൂടാതെ അവൾ ഈശോയ്ക്ക് വേണ്ടി വളരെയേറെ സഹിക്കുമെന്നും ഒരിക്കലും അവനെ വേദനിപ്പിക്കുകയില്ലെന്നും അവിടുന്ന് മുൻകൂട്ടി കണ്ടിരുന്നു. ഈ സമയം മറ്റ് 8 അപ്പസ്തോലന്മാരും ഗത്സമനിയിലെ വള്ളിക്കുടലിലേക്ക് തിരിച്ചു വന്നു. അല്പസമയം ഒരുമിച്ച് സംസാരിച്ച അവർ ഉറങ്ങുന്നതിന് ആരംഭിച്ചു. ചഞ്ചലമനസ്കരും നിരുത്സാഹികളും പരീക്ഷകൾക്ക് വിധേയരും ആയിരുന്ന അവർ അപകടം ഉണ്ടായാൽ ഒളിക്കുവാനുള്ള സ്ഥലം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഉത്കണ്ഠാകുലരായ അവർ തമ്മിൽ ചോദിച്ചു, നാം എന്തു ചെയ്യും? ഈശോയെ പിന്തുടരാൻ എല്ലാം ഉപേക്ഷിച്ചവരാണ്. ദരിദ്രരും ലോകത്താൽ പുറന്തള്ളപ്പെട്ടവരുമാണ് നാം. നമ്മെ മുഴുവനായും അവൻ്റെ ശുശ്രൂഷയ്ക്ക് വിട്ടുകൊടുത്തവരാണ്. എന്നാൽ ഇപ്പോൾ അവൻ തന്നെ അത്യന്തം ദുഃഖിതനും പരിത്യക്തനുമാണ്. നമുക്ക് ആശ്വാസം നൽകാൻ അവന് കഴിയുകയില്ല. മറ്റു ശിഷ്യന്മാരാകട്ടെ പല സ്ഥലങ്ങളിലും ലക്ഷ്യമില്ലാതെ ചുറ്റി നടന്നു. ഈശോ നടത്തിയ ഭയജനകമായ ചില പ്രവചനങ്ങൾ ശ്രവിച്ച അവരെല്ലാവരും തന്നെ ബത്ഫാഗയിലേക്ക് പിൻവാങ്ങി. ഈശോ ഗുഹയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സഹനത്തോടുള്ള മനുഷ്യപ്രകൃതിയുടെ വൈമുഖ്യം അവിടുന്ന് നേരിടുന്നതായിട്ടും നിത്യപിതാവിൻ്റെ തിരുമനസ്സിന് തന്നെ വിട്ടുകൊടുക്കുന്നതായിട്ടും ഞാൻ കണ്ടു. അഗാധങ്ങൾ അവിടുത്തെ മുമ്പിൽ തുറക്കപ്പെടുകയും പാതാളത്തിൻ്റെ ഉപരിഭാഗത്തു നിന്നുള്ള ഒരു ദർശനം അവിടത്തേക്ക് ഉണ്ടാവുകയും ചെയ്തു. ആദവും ഹവ്വയും, ഗോത്രപിതാക്കന്മാർ, പ്രവാചകന്മാർ, നീതിമാന്മാർ, തൻ്റെ അമ്മയുടെ മാതാപിതാക്കൾ, സ്നാപക യോഹന്നാൻ തുടങ്ങിയവർ തൻ്റെ വരവിനെ ദാഹത്തോടെ കാത്തിരിക്കുന്നത് അവിടുന്ന് കണ്ടു. ഈ കാഴ്ച ഈശോയുടെ ഹൃദയത്തിന് പുതുശക്തിയും ധൈര്യവും നൽകി. ഈ ബന്ധിതർക്ക് സ്വർഗത്തിൻ്റെ വാതിൽ തുറന്നു കൊടുക്കേണ്ടത്, എരിയുന്ന പ്രത്യാശയോടെ ഈ തടവറയിൽ കഴിയുന്നവരെ മോചിപ്പിക്കേണ്ടത് തൻ്റെ മരണം വഴിയാണെന്ന് അവിടുന്ന് മനസ്സിലാക്കി. ഈശോ വികാരതരളിതനായി ഈ പൂർവ്വകാല വിശുദ്ധരെ നോക്കി. അപ്പോൾ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ യോഗ്യതകളോട് സ്വന്തം ജീവിതക്ലേശങ്ങൾ ചേർക്കുകയും അങ്ങനെ അവിടുന്ന് വഴി സ്വർഗപിതാവിനോട് ഐക്യപ്പെടുകയും ചെയ്യുവാനിരിക്കുന്ന ഭാവി വിശുദ്ധരുടെ ഗണങ്ങളെയെല്ലാം മാലാഖമാർ അവിടത്തെ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. വളരെ മനോഹരവും ആശ്വാസദായകവുമായ ഒരു കാഴ്ചയായിരുന്നു ഇത്. തൻ്റെ മരണം വഴി പൂർത്തിയാക്കപ്പെട്ട വീണ്ടെടുപ്പിൻ്റെ ഉറവയിൽ നിന്നും രക്ഷയുടെയും വിശുദ്ധീകരണത്തിൻ്റെയും അരുവികൾ നിലയ്ക്കാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ധാരാളം പേർ അതിൽ നിന്ന് പാനം ചെയ്യുന്നതും അവിടുന്ന് കണ്ടു. അപ്പസ്തോലന്മാർ, ശിഷ്യന്മാർ, വിശുദ്ധ സ്ത്രീകൾ, കന്യകമാർ, രക്തസാക്ഷികൾ, വന്ദകന്മാർ, മാർപ്പാപ്പമാർ, ഏകാന്തവാസികൾ, മെത്രാന്മാർ, സ്ത്രീ പുരുഷന്മാരായ സന്യസ്തരുടെ വലിയ ഗണങ്ങൾ, ഒറ്റവാക്കിൽ വാഴ്ത്തപ്പെട്ടവരുടെ സൈന്യം മുഴുവൻ അവിടുത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. അവരെല്ലാം ശിരസിൽ വിജയകിരീടം ചൂടിയിരുന്നു. അവരുടെ സഹനങ്ങളുടെയും അധ്വാനത്തിൻ്റെയും വിജയങ്ങളുടെയും വ്യത്യാസമനുസരിച്ച് കിരീടങ്ങളിലെ പുഷ്പങ്ങളുടെ രൂപവും നിറവും മണവും പൂർണ്ണതയും വ്യത്യാസപ്പെട്ടിരുന്നു. അവരുടെ മുഴുവൻ ജീവിതവും പ്രവൃത്തികളും യോഗ്യതയും ശക്തിയും
വിജയമഹത്വവുമെല്ലാം യേശുക്രിസ്തുവിൻ്റെ യോഗ്യതയിൽ നിന്ന് ലഭിച്ചതാണ്. ഈ വിശുദ്ധർ തമ്മിലുണ്ടായിരുന്ന പരസ്പര സ്വാധീനവും ഒരേ അരുവിയിൽ നിന്ന്, ആരാധ്യമായ കൂദാശയിൽ നിന്നും, കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ നിന്നും, അവർ പാനം ചെയ്ത രീതിയും ഹൃദയസ്പർശിയും അത്ഭുതാവഹവുമായ ഒരു കാഴ്ചയായിരുന്നു. അവരുടെ പ്രവർത്തനങ്ങളും രക്തസാക്ഷിത്വവും വിജയവും മുഖഭാവവും വേഷവുമെല്ലാം വർണ്ണനാതീതമാം വിധം വൈവിധ്യപൂർണമായിരുന്നെങ്കിലും അനന്തമായ പരസ്പര പൂരകത്വവും യോജിപ്പും അവയ്ക്കുണ്ടായിരുന്നു. വൈവിധ്യത്തിലുള്ള ഈ ഏകത്വത്തിന് ആധാരം ഒരേ സൂര്യനിൽ നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങളായിരുന്നു. ആര് മാംസം ധരിച്ച് വചനമായി തീർന്നുവോ, ആരിൽ ജീവനുണ്ടായിരുന്നുവോ, ആര് മനുഷ്യൻ്റെ പ്രകാശമായിരുന്നുവോ, ആര് അന്ധകാരത്തിൽ പ്രകാശമായി വർത്തിച്ചുവോ, ആരെ കീഴടക്കാൻ ഇരുളിന് കഴിയാതിരുന്നുവോ, ആ ദിവ്യനാഥൻ്റെ പീഡാനുഭവത്തിൽ നിന്ന് പ്രസരിക്കുന്ന കിരണങ്ങൾ.